നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ പോരാട്ടം ഇന്ന് സാന്റിയാഗോ ബെർണാബുവില് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ ആരാധകർ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. രാത്രി ഇന്ത്യൻ സമയം 12:30 മത്സരം ആരംഭിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ ഇന്നത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാൾ ഏർലിംഗ് ഹാലൻഡ്. ആ ഹാലൻഡിനെ എങ്ങനെ പൂട്ടും റയൽ മാഡ്രിഡ്? ഇറ്റ്സ് പേഴ്സണൽ ഫോർ മീ പറയുന്നത് ആന്റോണിയോ റൂഡിഗറാണ്. യെസ്, പേഴ്സണലായിട്ട് എടുക്കുന്നു. ഹാലൻഡിനെ പൂട്ടുന്ന കാര്യം പേഴ്സണലായിട്ട് എടുക്കുന്നു. KDBയെ പൂട്ടുന്ന കാര്യം, സിറ്റിയുടെ സൂപ്പർ താരം ഫിൽഫോർഡിനെ പൂട്ടുന്ന കാര്യം, ഞാനൊരു ഡിഫൻഡറാണ്, അതുകൊണ്ട് ഈ കാര്യങ്ങൾ പേഴ്സണലായിട്ട് എടുക്കുന്നു എന്നാണ് റൂഡിഗർ പറഞ്ഞത്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ തവണ ബെർണാബുവിൽ ഞങ്ങൾക്കൊരു മികച്ച മത്സരമാണ് കളിക്കാൻ പറ്റിയത്. ഞങ്ങളെല്ലാവരും മികച്ച ജോബാണ് ചെയ്തത്. ഹാലൻഡിനെ ഞങ്ങൾ നിശബ്ദനാക്കി ആ മത്സരത്തിൽ. അതുപോലെ തന്നെ എൻ്റെ ടീംമേറ്റ്സ് കെവിൻ ഡിബ്രൂയിനെ നിശബ്ദനാക്കി. ഇത്തവണ പ്ലാൻ ഉണ്ട്. ഡേഞ്ചറസ് പ്ലെയേഴ്സ് ഫിൽ ഫോർഡൻ, കെവിൻ ഡിബ്രൂയിനെ, ഹാലൻഡ്, ആ ഡേഞ്ചറസ് പ്ലെയേഴ്സിനെ തടയാൻ പ്ലാൻ ഉണ്ട്. ഇറ്റ്സ് പേഴ്സണൽ ഫോർ മീ. ഞാനൊരു ഡിഫൻസീവ് പ്ലെയറാണ്, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പേഴ്സണലായിട്ട് എടുക്കുന്നു. സൂപ്പർ സ്ട്രൈക്കർ ഹാലൻഡിനെ പോലുള്ള ഒരു സൂപ്പർ സ്ട്രൈക്കർക്കെതിരെ കാര്യങ്ങൾ ഞാൻ പേഴ്സണലായിട്ട് എടുക്കുന്നു എന്നാണ് ഇപ്പോൾ ആന്റോണിയോ റൂഡിഗർ പറയുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ സിറ്റ് ബാക്ക് ചെയ്ത് സിറ്റി കളിക്കുന്നത് അങ്ങനെ നോക്കി നിൽക്കില്ല. പക്ഷെ അത് ഗെയിമിന്റെ ഭാഗമാണ്. ചില ഫേസുകളിൽ ഞങ്ങൾ കൂടുതൽ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ അതിന് വില്ലിംഗ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു സൂപ്പർ പോരാട്ടം ഇന്ന് ഇതാ ലോഡിംഗ് ആവുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്